പട്ടായയിലെ ഫസ്റ്റ് ഡേ ഔട്ട് ആയിരുന്നു. നമ്മുടെ ടൂർ ഗൈഡായിരുന്നു ഹണി. ഒറിജിനൽ നെയിം പാമെന്നായിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് വിവിധതരം അലങ്കാര വസ്തുക്കളാക്കി വർണ്ണാഭമാക്കിയിരിക്കുന്നു. ഇത്രയും ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഇടമാണെങ്കിലും വെള്ളത്തിൽ ഒരു ചെറുകഷ്ണം പ്ലാസ്റ്റിക് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. മാൻമെയ്ഡായിട്ടുള്ള സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഒരു ആശയം വേറിട്ടതും ചിന്തിക്കേണ്ടതുമാണെന്ന് തോന്നി. 50 വർഷമായി ഇവിടെ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഒരു ദിവസം തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടെ സന്ദർശനത്തിനായി വരുന്നത്. ഞങ്ങളുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഈ ബോട്ടിലൂടെ അങ്ങേയറ്റത്തെത്തുകയും അവിടെ നിന്ന് തിരിച്ച് നടന്നുമാണ് മാർക്കറ്റിനകത്തുകൂടെ നടന്നുമാണ് തിരിച്ചെത്തുന്നത്. പോകുന്ന വഴി നിരവധി സഞ്ചാരികളെയും കാണാൻ കഴിയും. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ കൗതുകമേറിയ കാഴ്ചകൾ ഞങ്ങൾക്കും സന്തോഷമേകി. കുറച്ചു നേരത്തേക്ക് എല്ലാവരും ഫോട്ടോയും വീഡിയോയും എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. കരകൗശല വസ്തുക്കളും പഴങ്ങളുടെ വിൽപ്പനയും ഫ്ലോട്ടിംഗ് ബോട്ടുകളിൽ വിൽക്കുവാൻ വെച്ചിരിക്കുന്നു. അതുപോലെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ചായക്കടയും ഒരു സൈഡിലായി പാർക്ക് ചെയ്ത് നിർത്തിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിരവധി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് വേറൊരു ഫ്ലോട്ടിംഗ് ബോട്ടാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ബോട്ട്. മാർക്കറ്റിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അകത്തെ കാഴ്ചകൾ വ്യത്യസ്തമായിരുന്നു. പല വീഡിയോസിൽ കേട്ടതുപോലെ പലയിനം മൃഗങ്ങളുടെ മീറ്റ് ഇവിടെ കാണാൻ കഴിയുന്നു. ചെറിയ കുടിലുകൾ പോലെയുള്ള വീടുകൾ, അതിനടിയിൽ ഒഴുകുന്ന ജലം, അതിനു മുകളിൽ സഞ്ചരിക്കാനുള്ള വള്ളങ്ങൾ, ജനനിബിഡമായ അന്തരീക്ഷം. സംഭവം ഒരു ഷോപ്പിംഗ് മാൾ പോലെ തന്നെയാണ്. അകത്തെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.